Hello children. In this video we'll be talking about irrational numbers. Okay, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ബ്രീഫായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് let us go through it. If we talk about real numbers, they can be broadly classified into rational and irrational. ഒന്ന് ക്വിക്ക്ലി ഇതെന്താണെന്ന് മനസ്സിലാക്കാം. റാഷണൽ നമ്പേഴ്സിലാണ് ഈ ഫുൾ ഫ്രാക്ഷൻസ് വരാം. They can be written in the p by q form. Rational numbers can be written in the p by q form. You can write them as fractions. പിന്നെ അവരുടെ ഫ്രാക്ഷൻ എഴുതിയാൽ പിന്നെ എന്താണ് നമുക്ക് ഈ ഫ്രാക്ഷന് ഡിവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഡെസിമൽസിലൊക്കെ ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആൻസർ അതൊരു ആൻസർ ഫിനിഷ് ആവുകയാണെങ്കിൽ വി വിൽ സേ ദേ ആർ ടെർമിനേറ്റിംഗ് അല്ലേ. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻസ് കുഡ് ബി ടെർമിനേറ്റിംഗ്, ദറ്റ് ഈസ് വൺ കേസ്. ഓർ സെക്കൻഡ് കേസ് ദേ ക്യാൻ ബി നോൺ ടെർമിനേറ്റിംഗ്, മീൻസ് അതിങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. ഇതൊക്കെ ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാണ്, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. നോൺ ടെർമിനേറ്റിംഗ് ബട്ട് ദേ ആർ റിപ്പീറ്റിംഗ് മീൻസ് വാട്ട്? ഇപ്പോൾ 10.3333333333 അങ്ങനെ കണ്ടിന്യൂ പോവുകയാണ്, അപ്പോൾ അതിനെ പറയാം നോൺ ടെർമിനേറ്റിംഗ്. പക്ഷെ ആ ടേം 3 പിന്നെയും വരാണല്ലോ, അപ്പോൾ അതിനെ പറയാം റിപ്പീറ്റിംഗ്. ഓക്കെ, പക്ഷെ അതേ സ്ഥാനത്ത് ഇറാഷണൽ നമ്പേഴ്സ് ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ദേ ക്യാൻ നോട്ട് ബി റിട്ടേൺ ഇൻ ദ പി ബൈ ക്യൂ ഫോം. അവരെ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റൂല. സെക്കൻഡ്ലി എന്താണ്, അവർക്ക് കിട്ടുന്ന നമ്പേഴ്സ് ദേ ആർ നോൺ ടെർമിനേറ്റിംഗ്. ദേ കനോട്ട് ടെർമിനേറ്റ്. ദേ അങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടേ നിൽക്കും. എന്നിട്ട് അതിൽ സ്പെഷ്യാലിറ്റി എന്താണ്, ദേ ആർ നോൺ റിപ്പീറ്റിംഗ്. അവർ റിപ്പീറ്റിങ്ങുമല്ല. ഫോർ എക്സാമ്പിൾ 1.32453789345678 അങ്ങനെ വിത്തൗട്ട് എനി റിപ്പീറ്റേഷൻ. ദേ ആർ നോട്ട് എൻഡിങ് ഓൾസോ, നോട്ട് റിപ്പീറ്റിംഗ് ഓൾസോ. അപ്പോൾ സച്ച് നമ്പേഴ്സ് ആർ ഇറാഷണൽ നമ്പേഴ്സ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി നമുക്കിതിൽ കാര്യമായിട്ട് നോക്കാനുള്ള സംഭവം നോക്കാം. ഓക്കെ, ഈ പോർഷനിൽ നമുക്കൊരു തിയറം പഠിക്കാനുണ്ട്. ആ തിയറം എന്താണ് അത് നമുക്ക് മനസ്സിലാക്കാം. ലെറ്റ് ദെയർ ബി എനി നമ്പർ എ. ഓക്കെ, എ ഏതെങ്കിലും നമ്പറാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പി ക്യു ആർ എസ് ഒക്കെ എൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? പി വന്ന് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ക്യൂക്ക് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ആർക്ക് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, എസ്ക്ക് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം എ ബൈ പി. ദാറ്റ് മീൻസ് പി ക്യാൻ ഡിവൈഡ് യുവർ എ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി നോക്കൂ, പി ക്യു ആർ എസ്. അപ്പോൾ നിങ്ങൾ പിയും ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ മീൻസ് വാട്ട്? പി ക്യാൻ ഡിവൈഡ് എ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറം എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് എ സ്ക്വയർ ഈസ് വാട്ട്? എ ഇൻറ്റു എ. അപ്പോൾ നമ്മൾ ഈ ഫാക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ പി ക്യു ആർ എസ് ഇൻറ്റു പി ക്യു ആർ എസ്. അപ്പോൾ ഇഫ് യു ഹാവ് എ നമ്പർ പി വിച്ച് ഈസ് എ ഫാക്ടർ ഓഫ് എ സ്ക്വയർ, മീൻസ് എ സ്ക്വയറിനെ പിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പി ഈസ് ഓൾസോ എ ഫാക്ടർ ഓഫ് എ. വെറും എനെയും പിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇത് ഈ എക്സാമ്പിളിൽ തന്നെ നോക്കൂ. യു ഹാവ് എ ആസ് എ സ്ക്വയർ ആസ് എ ഇൻറ്റു എ. സോ യു ക്യാൻ റൈറ്റ് 2 times പി ക്യു ആർ എസ് ഇൻറ്റു പി ക്യു ആർ എസ്. അപ്പോൾ എ സ്ക്വയർ പി വന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വെറും എ കൺസിഡർ ചെയ്താലും പി വിൽ ബി എ ഫാക്ടർ ഓഫ് ഇറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് ദ തിയറം ദാറ്റ് യു ഹാവ് ടു ലേൺ. ദാറ്റ് ഈസ്, ഇത് നിങ്ങൾക്ക് ഫർദർ സംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ യൂസ് ആവും. വാട്ട് ഈസ് ദാറ്റ് തിയറം? ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ. ഈസി അല്ലേ? പി വന്ന് എ സ്ക്വയറിൻ്റെ ഫാക്ടർ ആണെങ്കിൽ ഓബ്വിയസ്ലി എൻ്റെയും ഫാക്ടറാണ്, വേർ എ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. ഓക്കെ, ഇപ്പോൾ ഈ തിയറം പ്രൂഫ് ചെയ്യാൻ വരില്ല, പക്ഷേ ഈ തിയറം യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കുറേ ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ടു പ്രൂവ് ദാറ്റ് എ ഗിവൺ നമ്പർ ഇസ് ഇറാഷണൽ. അപ്പോൾ ഇത് കാര്യമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നല്ല മനസ്സിലാക്കാൻ കോൺസെൻട്രേഷൻ വേണം, ശ്രദ്ധിച്ച് കേട്ടോളി. Okay, this type of question that you are going to get is, you have to prove that root 2 is irrational. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം root 2 irrational ആണ്. കുറച്ച് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം പറയാം, √2, √3, √5, √7. പിന്നെ നമ്മൾ എന്താ പറയുക, പൈ ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ ഈ നമ്പേഴ്സ് ഇറാഷണലാണ് നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മളത് പഠിച്ചതാണ്. പക്ഷേ ഈ വർഷം നമുക്കത് പ്രൂഫ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രൂഫ് ചെയ്യാം? അതിനൊരു ബേസിക് സ്റ്റെപ്സ് ഉണ്ട്, അതൊന്ന് കൺഫ്യൂസ് ആവരുത്, മനസ്സിലായാൽ എളുപ്പമാണ്. ഒന്ന് സെയിം സ്റ്റെപ്സാണ്, ഒന്ന് ബൈ ഹാർട്ട് ആക്കിയാൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഹൗ ഡു വി പ്രൊസീഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞത്? പ്രൂഫ് ദാറ്റ് ഇറ്റ് ഈസ് ഇറാഷണൽ. അപ്പോൾ നമ്മൾ എന്താക്കുന്നത്? ഒരു കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? ഓക്കെ, ലെറ്റ് √2 ബി റാഷണൽ. അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലാസ്റ്റിൽ അത് റാഷണൽ അല്ല എന്ന് പറഞ്ഞാൽ അത് ഇറാഷണൽ ആയി പോവല്ലോ.
അപ്പോൾ നമ്മൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. ലെറ്റ് റൂട്ട് 2 ബി എ റാഷണൽ നമ്പർ. അങ്ങനെയാണ് വി ആർ ഗോയിങ് ടു ബിഗിൻ. Let root 2 be a rational number. So it can be written as p by q. അല്ലെ, rational number ആണെങ്കിൽ അതിനെ p by q ഫോമിൽ എഴുതാം. അപ്പോൾ root 2 is equal to p by q. അപ്പോൾ p by q ആർ വാട്ട്, എനി ഇൻറ്റീജേഴ്സ്. ഓക്കെ, ബിഗ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമല്ലോ, അങ്ങനെ കട്ട് ചെയ്ത് എത്ര ഇപ്പോൾ 4/6 ആണെങ്കിൽ 2ൻ്റെ ടേബിളിൽ കട്ട് ചെയ്യും, അങ്ങനെ കട്ട് ചെയ്യും. ലാസ്റ്റിൽ കിട്ടുന്ന നമ്പേഴ്സ് എങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കണം? ദേ ഡു നോട്ട് ഫർദർ കട്ട്. ഓക്കെ, അങ്ങനത്തെ നമ്പേഴ്സിനെ പറയുക കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം നമ്പേഴ്സ് എങ്ങനെ ജോഡിയിൽ വരുന്ന നമ്പേഴ്സാണ്. അവർ പ്രൈം ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ദേ ഡോണ്ട് ഹാവ് സിമിലർ ഫാക്ടേഴ്സ്. അതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ടോക്ക് സേ 16 and 3, 16 and 3നെ ഫർദർ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 16ഉം 3യും കോപ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്താ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്? ഓക്കെ, റൂട്ട് 2 ഒരു റാഷണൽ നമ്പറാണ്. അപ്പോൾ ഫൈനലി അതിന് ഒരു കോപ്രൈം നമ്പർ കിട്ടുമല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? ലെറ്റ് ഇറ്റ് ബി a by b where b is not equal to 0. ഇത് എഴുതുന്ന നിർബന്ധമാണ്, b is not equal to 0. ഇതും അത്ര തന്നെ ആവശ്യക്കാരാണ്, ബിക്കോസ് ദിസ് ഈസ് വാട്ട് ഈസ് ഫൈനലി ഗോയിങ് ടു ഹെൽപ്പ് us പ്രൂവ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സം സോൾവ് ചെയ്യുമ്പം ഇത് തീർച്ചയായിട്ടും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us proceed. റൂട്ട് 2 is equal to a by b. we are squaring on both the sides. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ let us see what we get. We get root 2 square is equal to a by b square. That can be written as a square by b square. Simple അല്ലേ? ഇനി root 2 square, when you open the square, what it will become? It will become 2. 2 square is equal to a square by b square. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ബി സ്ക്വയറിന് അപ്പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് എ സ്ക്വയറിൻ്റെ ഒരു ഫ്രാക്ഷനാക്കി എഴുതാനാണ് നമ്മൾ ഉദ്ദേശം. അപ്പോൾ എ സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ. നമ്മൾ അവിടെ ആ ലെവലിലേക്ക് എത്തി. എ സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പോൾ ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്തിനാ? ഇതിൻ്റെ അർത്ഥം എന്താണ്? എ സ്ക്വയറിനോട് 2നെ വെൻ യു ആർ ഡിവൈഡിങ് നിങ്ങൾക്കൊരു ആൻസർ കിട്ടി, ദാറ്റ് ഈസ് ബി സ്ക്വയർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 2 ഡിവൈഡ്സ് എ സ്ക്വയർ അല്ലേ? 2 ഡിവൈഡ്സ് എ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 2 ഓൾസോ ഡിവൈഡ്സ് എ അല്ലേ? അതല്ലേ നമ്മൾ ഫസ്റ്റ് പഠിച്ച തിയറം. ഇഫ് എ പ്രൈം നമ്പർ ഇസ് എ ഫാക്ടർ ഓഫ് എ സ്ക്വയർ ഓഫ് എ നമ്പർ, ദെൻ ഇറ്റ് ഡിവൈഡ്സ് ദ നമ്പർ ഇറ്റ് സെൽഫ് അല്ലേ? നമ്മളതല്ലേ ഫോർമുല പഠിച്ചത്. ഇഫ് എ പ്രൈം നമ്പർ ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ ഇറ്റ് ഡിവൈഡ്സ് എ ഓൾസോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഏത് ലെവലിലേക്കാണ് എത്തിയത്? എ സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മീൻസ് 2 വന്ന് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കൂളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബി സ്ക്വയർ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 വന്ന് എ സ്ക്വയറിൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ 2 വന്ന് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2 വന്ന് എനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ therefore 2 is a factor of a. ഇപ്പോൾ നമ്മൾ ഒരു ലെവലിലേക്ക് എത്തി. എൻ്റെ ഫാക്ടർ ഒരു ഫാക്ടർ നമുക്ക് 2 കിട്ടി. ഇനി നമുക്ക് ബീൻ്റെ കാര്യം നോക്കാനുണ്ട്. ഇനി ബീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതന്നെ പറയാം. എൻ്റെ ഫാക്ടർ അല്ലേ 2. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 2 ഇൻറ്റു സം നമ്പർ ഈസ് ഗോയിങ് ടു ഗിവ് യു എ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ നമ്പർ സി എന്നാണ് കൊടുത്തത്, 2 ഇൻറ്റു സി. പക്ഷേ എനിക്കത് അത്ര രസിച്ചില്ല, ബിക്കോസ് നമ്മൾ എപ്പോഴും സം നമ്പർ പറയുമ്പോൾ എക്സ് വൈ അല്ലേ എടുക്കുക. അപ്പോൾ ഐ തോട്ട് ഐ വിൽ പ്രൊസീഡ് വിത്ത് എക്സ് വെർ എക്സ് ഇസ് എനി ഇൻറ്റീജർ. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എ അല്ലേ? എൻ്റെ ഫാക്ടറാണ് 2 നമുക്ക് മനസ്സിലായി. അപ്പോൾ 2 ഏതെങ്കിലും ഒരു നമ്പറിനോട് ഇൻറ്റു ചെയ്താൽ എ കിട്ടൂ, അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എ നമുക്ക് കിട്ടി. ഇനി നമ്മൾ പ്രീവിയസ് ഇക്വേഷനിൽ തന്നെ ഈ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തേനി? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 അല്ലേനോ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ. അപ്പോൾ അതിൽ നമ്മൾ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ എ സ്ക്വയറിൻ്റെ സ്ഥലത്ത് എന്താവും? 2x സ്ക്വയർ, 2 ഇൻറ്റു എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആൻഡ് എക്സ് സ്ക്വയർ. സോ യു ഗെറ്റ് 4x സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഹൗ യു വിൽ ഗെറ്റ്. അപ്പോൾ 4x സ്ക്വയർ ബൈ 2 ആണെങ്കിൽ 2 ക്യാൻസൽ ഒക്കെ ചെയ്യും, യു വിൽ ഗെറ്റ് 2x സ്ക്വയർ. അപ്പോൾ എന്താ സംഭവം? ഇഫ് 2 ഡിവൈഡ്സ് ബി സ്ക്വയർ, ഇപ്പോൾ നമ്മളിവിടെ എന്താ കാണുന്നത്? ബി സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ? ബി സ്ക്വയർ ഇവിടെ ഉണ്ട്, ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ.
അതിൻ്റെ അർത്ഥം എന്താ, ബി സ്ക്വയറിൻ്റെ ഫാക്ടേഴ്സാണ് 2ഉം എക്സ് സ്ക്വയറും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 2ക്ക് വന്ന് ബി സ്ക്വയറിനെ ഈസിലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആ തിയറം 1.1 യൂസ് ചെയ്താൽ എന്താ, 1.3 യൂസ് ചെയ്താൽ എന്താ കിട്ടും, 2 ഡിവൈഡ്സ് ബി സ്ക്വയർ, ദാറ്റ് മീൻസ് 2 ഡിവൈഡ്സ് ബി, ദാറ്റ് മീൻസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് ബി ഓൾസോ അല്ലേ. ദിസ് മീൻസ് ദാറ്റ് 2 ഈസ് എ ഫാക്ടർ ഓഫ് ബോത്ത് എ ആൻഡ് ബി. അതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. 2 വന്ന് എൻ്റെയും ഫാക്ടറാണ്, 2 വന്ന് ബീൻ്റെയും ഫാക്ടറാണ്. പക്ഷെ നമ്മൾ തുടങ്ങിയത് എന്തായിരുന്നു, സം എ ആൻഡ് ബി ആർ കോപ്രൈം അല്ല തുടങ്ങിയത്. പക്ഷെ ഇവിടെ നോക്കുമ്പം എക്കും ബിക്കും ഇനിയൊരു ഫാക്ടർ കോമൺ ഉണ്ട് 2. അപ്പോൾ എ ആൻഡ് ബി ആർ നോട്ട് കോപ്രൈംസ്. അപ്പോൾ ദിസ് ഇസ് എ കോൺട്രാഡിക്ഷൻ അല്ലേ. ഈ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്, ബിക്കോസ് ഓഫ് അവർ ഇൻകറക്റ്റ് അസംഷൻ. നമ്മൾ അസം ചെയ്തത് തന്നെ തെറ്റിപ്പോയി. നമ്മൾ എന്താ അസ്യൂം ചെയ്തത്, √2 ഈസ് റാഷണൽ അല്ല അസ്യൂം ചെയ്ത്, അതന്നെ തെറ്റാണ്. സോ ഫൈനലി വി കൺക്ലൂഡ് √2 ഈസ് ഇറാഷണൽ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ആൻസർ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. ഒന്ന് ബാക്ക് പോയി ഒന്നും കൂടി കേട്ട് നോക്കൂ, കേൾക്കുമ്പോൾ എഴുതിയും നോക്കൂ. എഴുതി നോക്കിയാൽ അത് ബൈ ഹാർട്ട് ആയിക്കോളും, മനസ്സിലായിക്കോളും. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചത് √5 പ്രൂവ് ചെയ്യാൻ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് സാധ്യതയുണ്ട്. √7 പ്രൂവ് ചെയ്യുക, √13 പ്രൂവ് ചെയ്യുക. ഉറപ്പായിട്ട് ഒരു ചോദിക്കാൻ പോകുന്ന റൂട്ട് വന്ന് ഒരു പ്രൈം നമ്പർ ആയിരിക്കും. എന്നാലേ നമുക്ക് ഇങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈം നമ്പറിൻ്റെ റൂട്ട്സ് എല്ലാം ഇറാഷണൽ ഉണ്ടാവുക. ഓക്കെ, ഇനിയൊരു പാറ്റേൺ ഇങ്ങനെ ഈ സമ്മ് മനസ്സിലായാൽ ബാക്കി എക്സസൈസ് 1.3ൻ്റെ എല്ലാ സംസും ഈസിയാണ്. ഒരു ആകെ 4 സമ്മുള്ളൂ. നമുക്ക് കുറച്ച് സംസ് നോക്കാം. Okay, in this sum they are saying you have to show that 5 minus √3 is irrational. ഇതൊരു എക്സാമ്പിൾ സം ആണ് ഞാൻ എടുത്തത്. ഇപ്പോൾ 5 minus √3 is rational എന്ന് തുടങ്ങാം. Let us assume like 5 minus 3 is rational, √3 is rational. അപ്പോൾ it can be written in the form of a by b where b is not equal to 0. അങ്ങനെ തുടങ്ങാം. പിന്നെ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, √3 ഒറ്റപ്പെടുത്തുക, ബാക്കിയൊക്കെ ആ സൈഡിൽ കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ എന്താക്കും, √3 എവിടേക്ക് കൊണ്ടുവന്നപ്പോൾ +√3 ആയി. ഈ എ ബൈ ബി അവിടേക്ക് പോയപ്പോൾ -a by b ആയി. ദെൻ യു ഹാവ് ടു ഓപ്പൺ ടേക്ക് ദ LCM ഓഫ് ദിസ്. വാട്ട് യു വിൽ ഗെറ്റ്, 5b - a upon b is equal to √3 യു വിൽ ഗെറ്റ്. പക്ഷേ 5b - a upon b, ഈ എയും ബിയും ഒക്കെ ഇൻറ്റീജേഴ്സ് അല്ലേ. അപ്പോൾ ദ ഫൈനൽ 5b - a upon b is going to be a rational number അല്ലേ. 5b - a upon b is going to be a rational number. പക്ഷേ ഈ √3 നമുക്കറിയാം √3 is irrational number. So this is a contradiction. Rational cannot be equal to irrational, no. So we have reached a contradiction. This we have reached because our assumption was wrong. നമ്മൾ എന്താ അസ്യൂം ചെയ്തത്, 5 - √3 is rational അസ്യൂം ചെയ്ത്, അത് റോങ് ആണ്. അപ്പോൾ റാഷണൽ അന്നെങ്കിൽ അതെന്താവും, ഇറാഷണൽ എന്നാവും. 5 - √3 is irrational. അപ്പോൾ സിമ്പിൾ ആണല്ലോ, മനസ്സിലായല്ലോ. ഒരു എക്സാമ്പിൾ സമ്മും കൂടി നോക്കാം. യു ഹാവ് ടു പ്രൂവ് ദാറ്റ് 3√2 ഈസ് ഇറാഷണൽ. അപ്പോൾ ഹൗ ഡു യു പ്രൊസീഡ്, അതൊരു റാഷണൽ ആവട്ടെ. പിന്നെന്താ, a by b ഫോമിൽ എഴുതും. പിന്നെ എന്താക്കും, √2 ഒറ്റപ്പെടുത്തും. a by 3b റാഷണലാണ്, √2 ഇറാഷണലാണ്. സോ വി ഹാവ് റീച്ച്ഡ് എ കോൺട്രഡിക്ഷൻ. സോ അവർ അസംഷൻ വാസ് റോങ്. സോ √3 ഈസ് ഇറാഷണൽ. ഇത്രയും സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഈ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റിലുള്ളത്. ദാറ്റ് ഈസ് എക്സസൈസ് 1.3. ദാറ്റ് ചിൽഡ്രൻ യു പ്രാക്ടീസ് യുവർ സെൽഫ് ആൻഡ് ദ നെക്സ്റ്റ് വീഡിയോ വിൽ മീറ്റ് വിത്ത് ദ നെക്സ്റ്റ് എക്സസൈസ്. ഓക്കെ, ബൈ.